എനിക്ക് ആൽഫ കണ്ടിറങ്ങിയപ്പോൾ ഒരു റിലീഫാണ് ഫീൽ ചെയ്തത്. YRFന്റെ സ്പൈ യൂണിവേഴ്സ് ഇതൊരു ചത്തിട്ടില്ല എന്നൊരു ഹോപ്പ് കിട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ War 2, Tiger 3 ഇതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരു മടുപ്പാണ് തോന്നിയത്. എങ്ങോട്ടാണ് ഈ ഒരു യൂണിവേഴ്സിനെ പോക്കെന്ന് പോലും വിചാരിച്ചു പോയി. പക്ഷേ സർപ്രൈസിംഗ്ലി ആൽഫ എനിക്കൊരു ഡീസന്റ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നു. ഇതൊരു പെർഫെക്റ്റ് സിനിമയല്ല, ഒരുപാട് ഫ്ലോസ് ഉള്ള ഒരു ടിപ്പിക്കൽ സ്പൈ യൂണിവേഴ്സിന്റെ കുറെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു പടം തന്നെ ആണ്. പക്ഷെ എന്നാൽ പോലും ഇറ്റ് ഓഫേർഡ് മീ എന്റർടൈൻമെന്റ് ആൻഡ് എന്നെ ബോർ അടിപ്പിച്ചില്ല. ആദ്യം തന്നെ പോസിറ്റീവ്സിനെ പറ്റി പറയാം. ഈ പടത്തിന്റെ ആക്ഷൻ സീക്വൻസസ് വേറെ ലെവൽ ആക്ഷൻ സീക്വൻസസ് ആണ്. ആക്ഷൻ സെറ്റ് പീസസും ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രഫിയും കാണാൻ വേണ്ടിയിട്ട് ഈ പടം നിങ്ങൾക്ക് ടിക്കറ്റ് പ്രൈസ് വർത്ത് ചെയ്യാമെന്ന് എനിക്ക് പറയുള്ളൂ. പിന്നെ ഇതിന്റെ സ്റ്റൺ കൊറിയോഗ്രഫി കിഡിലാണ്, വളരെ ഗ്രാൻഡ് ആണ്, ഭയങ്കര എനർജറ്റിക് ആണ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒട്ടും ഓവർഡൺ അല്ല. നമ്മളിപ്പോൾ പഠാൻ നോക്കുവാണെങ്കിലും ടൈഗർ 3 അല്ല, War 2 നോക്കുവാണെങ്കിലും നോക്കുവാണെങ്കിലും ചില ആക്ഷനൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഫിസിക്സിനെ പോലും മറികടക്കുന്ന കുറെ ഓവർ സാധനങ്ങളുണ്ട്. നല്ലതുണ്ടെങ്കിൽ പോലും കുറെ ഓവറാക്കി ചളവാക്കി കുറെ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനൊന്നുമില്ല. ഇതിനകത്ത് കുറച്ച് ഗ്രാൻഡ് ആക്ഷൻ സെറ്റ് പീസ് ഉണ്ടെങ്കിൽ പോലും എല്ലാം വളരെ ഗ്രൗണ്ടഡ് ആണ്. ആൻഡ് അതേപോലെ തന്നെ ഈ ഒരു പടത്തിലെ വേറെ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ആലിയ ഷോ. ആലിയയുടെ ആ ഒരു ക്യാരക്ടറാണ് കംപ്ലീറ്റ്ലി ഈ സിനിമേനെ ഷോൾഡർ ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ ഒരു ഹാർഡ് വർക്ക് കാണാൻ പറ്റും, ആ ഒരു എഫേർട്ട് കാണാൻ പറ്റും, ആൻഡ് ആലിയയുടെ മാക്സിമം ആ ഒരു ആക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഒരു ചോദ്യം, ആലി കംപ്ലീറ്റ്ലി ആ ഒരു ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ? എനിക്ക് തോന്നിയത് ഇല്ല എന്ന് തന്നെയാണ്. ആലിയയുടെ ഒരു ബ്ലാക്ക് വിഡോ കൈൻഡ് ഓഫ് ഓറയാണ് ഈ ഒരു ആലിയയുടെ ക്യാരക്ടറിൻ്റെത്. പക്ഷെ ആ ഒരു ഓറ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ ആലിയയ്ക്ക് ആ ഒരു സ്വാഗും അതേപോലെ സ്ക്രീൻ പ്രസൻസും കംപ്ലീറ്റ്ലി കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫിന്റെ ഇൻട്രോ സീക്വൻസ് ആലിയയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗ്രാൻഡ് ഇൻട്രോ സീക്വൻസ് ആണ്. പക്ഷെ ചില മാനറിസം, കുറച്ച് ആക്ഷൻസും കുറച്ച് ഡയലോഗ് ഡെലിവറി ഒക്കെ നമുക്ക് ഭയങ്കര ഒരു ക്രിഞ്ച് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ പതിയെ ആലിയ ആ ഒരു ക്യാരക്ടറോട് കയറി പോകുന്നുണ്ട്. പക്ഷെ അത് ഫസ്റ്റ് ഹാഫിന് ശേഷമൊക്കെ ആണെന്നേ ഉള്ളൂ. ആൻഡ് ഷർവാരി വാസ് ഫാന്റാസ്റ്റിക്. അടിപൊളിയായിട്ട് തന്നെ ഉള്ള വേഷം നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ഷൻസ് വളരെ നന്നായിരുന്നു. അനിൽ കപൂർ ഡീസന്റ് ആയിരുന്നു. ആൻഡ് ബോബി ഡിയോൾ വാസ് ഫെറോഷ്യസ്. ഒരു ബേസിക് ഡീസന്റ് നമ്മൾ കുറെ ടിപ്പിക്കൽ വില്ലനുള്ളൂ. പക്ഷെ എന്നാൽ പോലും ആ ഒരു ക്യാരക്ടറിന് ഒരു പ്രോപ്പർ ഒരു ബിൽഡപ്പ് ഉണ്ട്, ഒരു ഫോർമേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വില്ലനിസത്തിന്റെ ആ ഒരു പീക്ക് നമുക്കത് ഫീൽ ചെയ്യും. അത് ബോബി ഡിയോൾ ഉള്ള ആ ഒരു ഓറ നമുക്ക് നല്ലത് കിട്ടുന്നുണ്ട്. വില്ലനാണ്, ഒരു ഓറ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ആൻഡ് ഇനി കമ്മിങ് ബാക്ക് ടു ദ നെഗറ്റീവ്സ്, ഡയറക്ടർ ഷിവ് റെയിൽവേമെൻ എന്ന സീരീസിന്റെ ഡയറക്ടറാണ്. ആ ഒരു സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അത്യാവശ്യം നല്ലൊരു സീരീസാണ്, നല്ലൊരു ഡീസന്റ് സീരീസ് തന്നെയായിരുന്നു. ആ ഒരു ഡയറക്ടറാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ഹോപ്പ് ഉണ്ടായി. എനിക്ക് ഈ പടം കാണുന്നതിന്റെ ഏറ്റവും 2 ദിവസമാണ്, ഒന്ന് ആലിയ ഭട്ടും രണ്ടാമത് ഈ പടത്തിന്റെ ഡയറക്ടർ ഷിവും. ആൻഡ് കംപ്ലീറ്റ്ലി എന്റെ ഹോപ്പിനെ ഇല്ലാണ്ടാക്കിയില്ല. അത്യാവശ്യം ഡീസന്റ് ആയിട്ട് തന്നെ ഈ പടം എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും റെയിൽവേമെൻ എന്ന സീരീസ് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു പോരായ്മ, ഒരു മെയിൻ ആയിട്ടൊരു പോരായ്മ തോന്നിയത് ഭയങ്കര ഫിൽമി ആയിട്ടുള്ള മൊമെന്റ്സും ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ആയിരുന്നു. അതും ആ ഒരു സീരീസിനെ നെഗറ്റീവ്സിലോട് എത്തിയ പോലെ തന്നെ ഈ ഒരു സിനിമയിൽ നമുക്ക് ആ ഒരു ഡയറക്ഷനിൽ ആ ഒരു പോരായ്മ കാണാൻ പറ്റും. റൈറ്റിങ്ങിലും ഡയലോഗ്സ് വളരെ ഫിൽമിയാണ്, അതേപോലെ അത് എക്സിക്യൂട്ട് ചെയ്ത രീതിയും ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടായിരുന്നു. ആൻഡ് പേട്രിയോട്ടിസം, ഞാൻ ഈ സിനിമയുടെ ഒരു 2 മണിക്കൂർ ഞാൻ വരെ വിചാരിച്ചത് ഓക്കെ ഭാഗ്യം ഈ ഒരു സിനിമയിലെങ്കിലും പേട്രിയോട്ടിസം കുത്തി കയറ്റിയിട്ടില്ല, ഇന്ത്യ എന്ന് പറയുന്നില്ല. പക്ഷെ ക്ലൈമാക്സിലുണ്ടല്ലോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഏറും കളിയായിരുന്നു. ഇന്ത്യ മോഡ് അവർ ഓണാക്കി വെച്ച പോലെ ഉണ്ടായി. അത്ര രീതിയിൽ പേട്രിയോട്ടിസം, ഇന്ത്യ മേരെ ഭാരത് മഹാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവം ഇറക്കി വിടുന്നുണ്ട്. എന്തിനാണ് ഇത്രയും ഫോസ്റ്റ് പേട്രിയോട്ടിസം കുത്തി കയറ്റിയെന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി. ഒരു 1-2 വട്ടം പറഞ്ഞ കുഴപ്പമില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ത്യ. ആൻഡ് സ്പോയിലർ അല്ല, അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഹൃത്തിക് റോഷന്റെ സീക്വൻസ് ഉണ്ട്. അതൊരു 10 മിനിറ്റ് ഉണ്ടാവും. പക്ഷെ ആ ഒരു 10 മിനിറ്റ് സീക്വൻസ് പോലെ എനിക്ക് ഭയങ്കര ഫില്ലർ ആയിട്ടാണ് തോന്നിയത്. അതിനകത്ത് ആക്ഷൻ കൊള്ളാം, ആ ഒരു സീനും അത്യാവശ്യം വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അതൊരു ഫില്ലറായിട്ടാണ് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ Tiger 3 പഠാൻ വന്ന പോലെ ഒരു, പക്ഷെ അങ്ങനത്തെ ഒരു ഫീലാണ് ഇതിനകത്തും അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവുന്നുണ്ട്. പക്ഷേ ആ സിനിമയിൽ ആ ഒരു ക്യാരക്ടറിന് ആവശ്യമുണ്ടോ ചോദിച്ചില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ. പക്ഷെ എന്നാലും Tiger 3 പഠാന്റെ ആ ഒരു ക്യാമിയോനേക്കാളും ഫാർ ബെറ്റർ തന്നെയാണ് ഇതിനകത്ത് കബീറിന്റെ ആ ഒരു എൻട്രി. എനിക്കിപ്പോഴും അത് തന്നെയാണ് YRFന്റെ ഒരു മെയിൻ പ്രശ്നമായിട്ട് തോന്നിയത്. അവർ ക്യാരക്ടേഴ്സിനെ അവിടെ നിന്നൊക്കെ ചുമ്മാ കുത്തിക്കയറ്റ ഒരു സിനിമയിൽ, പക്ഷെ ഒരു പ്രോപ്പർലി ആ ഒരു യൂണിവേഴ്സിനെ ബിൽഡ് ചെയ്യാനുള്ള സ്കോപ്പ് അവർക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇത്ര കാലമായി. ഇതും ഷാറുഖ് ഖാൻ, ഹൃത്തിക് റോഷൻ, എത്ര സൽമാൻ ഖാൻ എല്ലാവരും ഉണ്ടായിട്ട് അവർക്ക് പ്രോപ്പർലി ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ഇല്ല.
അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ല. ചുമ്മാ ഇങ്ങനെ കുറേ സ്റ്റാർസിനെ ഇങ്ങോട്ട് വരുത്താം, പടം കൊണ്ടാക്കാം. അന്ന് എങ്ങനെയുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണാൻ പോകുന്ന മിക്കവരും ഈ സ്റ്റാർസിനെ കാണാൻ വേണ്ടി തന്നെ ആയിരിക്കും പോണത്. പിന്നെ അതിലെ കുറച്ച് പാട്ടുകളും ഇതിനകത്തും ഉണ്ട്, ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കുറച്ച് പാട്ടുകളും അല്ലാണ്ടും അനാവശ്യ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. എന്തിനാണോ എന്തോ എനിക്കിതുപോലെ തോന്നി, എന്തിനാണ് ഈ സീനുകളൊക്കെ ഇതിനകത്ത് ഈ ബേത്തിങ് സ്യൂട്ടിലൊക്കെ ഉള്ള സീനുകളും പാട്ടുകളൊക്കെ ഇതിനകത്ത് കയറ്റി വെച്ചിരിക്കണേന്ന്. ബിക്കോസ് ആ ഒരു സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറെ സാധനങ്ങൾ. എന്ത് വന്നാലും വാർ 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടൈഗർ 3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ദിസ് മൂവി ഈസ് സോ ഫാർ ബെറ്റർ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, പ്ലീസ് ഗീവ് ദിസ് മൂവി എ ചാൻസ്. നിങ്ങൾ വാർ 2 അല്ലെങ്കിൽ ടൈഗർ 3 മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പടം കാണാതിരിക്കരുത്. നിങ്ങൾ ഒരു YRS സ്പൈ യൂണിവേഴ്സിന്റെ ഒരു ഡീസെന്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ചിലപ്പോൾ ഈ പടം കണ്ടിരിക്കാം. ഞാൻ ഈ ബോളിവുഡ് പടങ്ങളും ഈ സ്പൈ യൂണിവേഴ്സിന്റെ വാർ, അതേപോലെ പഠാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഈ ഒരു സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. എന്ന് വെച്ചാൽ ഇത് അവരുടെ ടൈപ്പാണ്, അവരുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലാണ് എന്ന് അങ്ങനെ പോയി കണ്ടു. ഞാൻ അത്യാവശ്യം എന്റർടൈൻമെന്റ് എടുത്ത് തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ആൻഡ് ഇപ്പോഴും ഈ ഒരു സ്പൈ യൂണിവേഴ്സ് ICUലാണ്. പക്ഷെ എന്നാൽ പോലും അവർക്ക് ഇനിയും രക്ഷപ്പെടുത്താൻ ഒരു സാധ്യതയുണ്ട്. ഈ ടിപ്പിക്കൽ പരിപാടിയും പേട്രിയോട്ടിസം ഒക്കെ ഒന്ന് മാറ്റി വെച്ച്, ഇന്ത്യ പാകിസ്ഥാനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ഫ്രഷ് സ്റ്റോറി ലൈൻ കൊണ്ടുവരിക. ഇതിനകത്ത് കുറച്ച് ഫ്രഷ്നെസ് ഉണ്ട്, പക്ഷെ ഇനിയും നല്ല രീതിയിൽ ഫ്രഷ്നെസ് കൊണ്ടുപോവുക, പുതിയ റൈറ്റേഴ്സിനെ കൊണ്ടുപോവുക. ആൻഡ് എനിക്ക് ഉറപ്പാണ് YRS സ്പൈ യൂണിവേഴ്സ് രക്ഷപ്പെടും. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്.